വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. SBI ക്ലർക്കിന്റെ പ്രിലിംസ് അത് 20-21 തീയതികളിലായിട്ട് കുറച്ചു പേർക്കൊക്കെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേയധികം ആൾക്കാർക്ക് ഈ വരുന്ന 27-ാം തീയതിയാണ് എക്സാം. അപ്പൊ 20-21 ദിവസങ്ങളിൽ ഇപ്പൊ 20-ാം തീയതി ആദ്യത്തെ 2 ഷിഫ്റ്റിലെ കംപ്ലീറ്റ് സിലോജിസം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സിലോജിസം ഒരുപാട് പേർക്ക് അതായത് അറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ടോപ്പിക്കും സിലോജിസം ആണ്. കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ SBI ക്ലർക്കിന് ഏത് ലെവലിലാണ് സിലോജിസം ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇനി ഈ കൂട്ടത്തില് നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് സിലോജിസം എന്താണെന്ന് അറിയില്ല, ബേസ് മുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലോജിസത്തിന്റെ തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 4 വീഡിയോസ് ആയിട്ട് നമ്മുടെ ഈ സൈലം ബാങ്കിങ്ങിന്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. റീസണിംഗ് വിത്ത് അഞ്ജു എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് എക്സാംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഒരു ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ ആയിക്കോട്ടെ, അതിന്റെ എല്ലാം PDF മാരത്തോണ്ട് PDF എല്ലാം നമ്മൾ അതിലൂടെ ആയിരിക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഫ്രീ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഈ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എന്ത് ചെയ്യുക, റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കിക്കേ, only a few apples are sweet. കണ്ടോ, only a few ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ only a few apples are sweet എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ആപ്പിളിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സ്വീറ്റ്. അറ്റ് ദ സെയിം ടൈം ആപ്പിളിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സ്വീറ്റ് അല്ല. ആൻഡ് സം സ്വീറ്റ് ഈസ് ഷുഗർ. കുറച്ച് സ്വീറ്റ് എന്ന് പറയുന്ന ഷുഗർ ആണ്. രണ്ടിനും S എഴുതി നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എസ്സും ഒരെണ്ണം ഷുഗർ എന്ന് കംപ്ലീറ്റ്ലി എഴുതിയത്. ആൻഡ് ഓൾ ഷുഗർ ആർ ചെറീസ്. എല്ലാ ഷുഗറും എന്താണ്? ചെറിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം? വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺക്ലൂഷനിലേക്ക് നോക്കാം. സം ഷുഗർ ബീങ് ആപ്പിൾ ഈസ് എ പോസിബിലിറ്റി. കുറച്ച് ഷുഗറിന് ആപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അപ്പൊ ആദ്യം നോക്കണം, പോസിബിലിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് 2 തരത്തിലാണ് കൺക്ലൂഷൻസ് ചോദിക്കുക. പോസിബിലിറ്റി കൺക്ലൂഷനും ചോദിക്കും, ഡെഫിനിറ്റും ചോദിക്കും. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കൺക്ലൂഷൻ എന്തോ അത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ നോക്കുക. കാണുന്നുണ്ടെങ്കിൽ ട്രൂ, അതർവൈസ് ഫോൾസ്. പോസിബിലിറ്റി ആണെങ്കിൽ ഈ പറയുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സറൗണ്ടിങ് എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻഡ് ഓൾസോ ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസിന് ഒരിക്കലും എന്ത് പറയില്ല? പോസിബിലിറ്റി പറയില്ല. ഇവിടുത്തെ കേസ് നോക്കിക്കേ, സം ഷുഗർ ബീങ് ആപ്പിൾ ഈസ് എ പോസിബിലിറ്റി. ഇതാണ് ഷുഗർ, ഇതാണ് ആപ്പിൾ. കുറച്ച് ഷുഗറിന് ആപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ തമ്മിൽ എന്തെങ്കിലും നെഗറ്റീവ് റിലേഷൻ ഉണ്ടോ? ഇത് ഇപ്പൊ നോക്കിക്കേ, ആപ്പിളിന്റെ കുറച്ചു ഭാഗം നമുക്ക് സ്വീറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലും ആപ്പിളും ഷുഗറും തമ്മിൽ യാതൊരു നെഗറ്റീവ് റിലേഷനും പറഞ്ഞിട്ടില്ല. സോ കുറച്ച് ഷുഗറിന് എന്താകാം? ആപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, അടുത്തതോ, സം സ്വീറ്റ് ആർ നോട്ട് ചെറീസ്. കുറച്ച് സ്വീറ്റ് എന്ന് പറയുന്നത് ചെറിയല്ല. ഇവിടെ ആപ്പിളിന്റെ കുറച്ചു ഭാഗം സ്വീറ്റ് അല്ല എന്ന് കാണുന്നുണ്ട്, അല്ലാതെ സ്വീറ്റിന്റെ കുറച്ചു ഭാഗം ചെറിയല്ല എന്ന് കാണുന്നില്ല. സ്വീറ്റിന്റെ കുറച്ചു ഭാഗം ചെറിയാണ് എന്ന് കാണുന്നുണ്ട്, പക്ഷെ അല്ലാതെ ഇത് സ്വീറ്റിന്റെ കുറച്ചു ഭാഗം ചെറിയല്ല എന്ന് കാണുന്നുണ്ടോ? അത് ട്രൂ ആകണമായിരുന്നെങ്കിൽ ദണ്ട ഇങ്ങനെ കാണണമായിരുന്നു. അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. സോ തെറ്റ. only conclusion 1 follows. Option A is the right answer. Okay, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. only a few brilliant are smart. അപ്പൊ ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സ്മാർട്ട് അല്ല. ഓൾ ഇന്റലിജന്റ് ആർ ഷാർപ്പ്. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യാം. അടുത്തതിലേക്ക് പോകുക. സം സ്മാർട്ട് ആർ നോട്ട് ഇന്റലിജന്റ്. കുറച്ച് സ്മാർട്ട് എന്ന് പറയുന്നത് എന്തല്ല? ഇന്റലിജന്റ് അല്ല. നടുക്കത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു? നടുക്കത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓൾ ഇന്റലിജന്റ് ആർ ഷാർപ്പ് എന്ന. എല്ലാ ഇന്റലിജന്റും ഷാർപ്പാണ്. സോ അതിനെ സെപ്പറേറ്റ് വരയ്ക്ക്. എല്ലാ ഇന്റലിജന്റും ഷാർപ്പാ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, സ്മാർട്ടിന്റെ കുറച്ചു ഭാഗം ഇന്റലിജന്റ് അല്ല എന്നാണ്, അല്ലാതെ സ്മാർട്ടും അതേപോലെ തന്നെ ഇത് രണ്ടും S ഇട്ടാൽ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. സോ അതുകൊണ്ട് ഞാനിത് ഒരുമിച്ച് ഷാർപ്പ് എന്നങ്ങ് എഴുതി. ഓക്കെ,
കൺക്ലൂഷനിലേക്ക് വരാം. സം ബ്രില്യന്റ് ആർ നോട്ട് സ്മാർട്ട്. ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം സ്മാർട്ട് അല്ല. നിങ്ങൾക്ക് 2 എസും കൂടെ കൺഫ്യൂഷൻ വരരുത്. ഇത് സ്മാർട്ടും അതേപോലെ തന്നെ ഇത് ഷാർപ്പും ആണ്. ഓൾ ഇന്റലിജന്റ് ആർ ഷാർപ്പ്, രണ്ടും കൂടെ എസ് ഇട്ടിട്ട് കൺഫ്യൂഷൻ ആകരുത്. സം ബ്രില്യന്റ് ആർ നോട്ട് സ്മാർട്ട്. ബ്രില്യന്റിന്റെ കുറച്ചു ഭാഗം സ്മാർട്ട് അല്ല എന്ന് ഇവിടെ കാണുന്നുണ്ട്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആ. അടുത്തതോ, നോ സ്മാർട്ട് ഈസ് ഇന്റലിജന്റ്. ഒരു സ്മാർട്ടും ഇന്റലിജന്റ് അല്ല എന്ന് ഇവിടെ കാണുന്നുണ്ടോ? സ്മാർട്ടിന്റെ കുറച്ച് ഭാഗം ഇന്റലിജന്റ് അല്ല എന്ന് കാണുന്നുണ്ട്. ഒരു സ്മാർട്ടും ഇന്റലിജന്റ് അല്ല എന്ന് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. സ്മാർട്ടിന്റെ കുറച്ച് ഭാഗമാണ് ഇന്റലിജന്റ് അല്ലാത്തത്, അല്ലാതെ ഒരു സ്മാർട്ടും ഇന്റലിജന്റ് അല്ല എന്ന് കാണുന്നില്ല. സോ തെറ്റ്. ഇവിടെയും ആൻസർ എന്താ വരുന്നത്? only conclusion 1 follows. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ 2 കൺക്ലൂഷൻ കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. only a few melons are seeds. മെലന്റെ കുറച്ചു ഭാഗം മാത്രമാണ് എന്ത്? സീഡ്സ് എന്ന് പറഞ്ഞാൽ മെലന്റെ കുറച്ചു ഭാഗം എന്തല്ല? സീഡ്സ് അല്ല. all seeds are plants. എല്ലാ സീഡ്സും എന്താണ്? പ്ലാന്റ്സ് ആണ്. ആൻഡ് all plants are petal. ശ്രദ്ധിച്ചോണം, ഇവിടെ പ്ലാന്റ്സിനും പെറ്റലിനും രണ്ടിനും നിങ്ങൾ പി ഇട്ടാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? രണ്ടിനെയും ഫുൾ ആയിട്ട് അങ്ങ് എഴുതി, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന 2ഓ 3ഓ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. കൺക്ലൂഷനിലേക്ക് വരാം. ഓൾ സീഡ് ആർ പെറ്റൽ. എല്ലാ സീഡും പെറ്റൽ ആണെന്ന് കാണുന്നുണ്ടോ? ഇതാണ് സീഡ്. ഈ സീഡ് എന്ന് പറയുന്ന സർക്കിള് നോക്കിക്കേ, പെറ്റലിനകത്തിലല്ലേ? സോ കംപ്ലീറ്റ്ലി എനിക്ക് പറയാം എല്ലാ സീഡും എന്താണ്? പെറ്റൽ ആണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. അടുത്തതോ, സം പ്ലാന്റ് ആർ മെലൺ. കുറച്ച് പ്ലാന്റ് മെലൺ ആണ് എന്ന് കാണുന്നുണ്ടോ? യെസ്. ദെൻ ഇത് ഓൾ സീഡ്സ് ആർ പ്ലാന്റ്സ്, ഓൾ പ്ലാന്റ്സ് ആർ പെറ്റൽ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സം പ്ലാന്റ്സ് ആർ മെലൺ എന്നാ. ഇവിടെ നോക്കിക്കേ, ദെൻ പ്ലാന്റ്സിന്റെ കുറച്ചു ഭാഗം മെലൺ ആണല്ലോ. ദെൻ ഈ ഭാഗം സീഡായ പ്ലാന്റ്സ് എന്താണ്? മെലണാ. എല്ലാ സീഡും പ്ലാന്റ്സാ, സീഡിന്റെ കുറച്ചു ഭാഗം മെലൺ ആണ്. സോ സീഡായ പ്ലാന്റ്സ് എന്ത് തന്നെയാണ്? മെലൺ തന്നെയാണ്. സോ 2 കൺക്ലൂഷനും ട്രൂ ആണ്. ഹിയർ ഓപ്ഷൻ ഇ ബോത്ത് ദ കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് വൺ, only a few apples are citrus. ആപ്പിളിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സിട്രസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സിട്രസ് അല്ല. all citrus are orange. എല്ലാ സിട്രസും എന്താണ്? ഓറഞ്ച് ആണ്. ആൻഡ് സം ഓറഞ്ച് ആർ ലെമൺ. കുറച്ച് ഓറഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലെമൺ ആണ്. കൺക്ലൂഷനിലേക്ക് വരാം. സം ആപ്പിൾ ആർ ഓറഞ്ച്. കുറച്ച് ആപ്പിൾ ഓറഞ്ച് ആണെന്ന് കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, ആപ്പിളിന്റെ കുറച്ചു ഭാഗം എന്താണെന്ന് കാണുന്നുണ്ട്? ഓറഞ്ച് ആണെന്ന് കാണുന്നുണ്ട്. സം ആപ്പിൾ ആർ ഓറഞ്ച്. കൺക്ലൂഷനിലേക്ക് വരാം. ഉള്ളി അല്ല, വെറുമാണ്. എ ഫ്യൂ ലെമൺ ബീങ് സിട്രസ് ഇസ് എ പോസിബിലിറ്റി. ഇവിടെ നോക്കിക്കേ, ലെമൺ സിട്രസ് ആകാൻ എ ഫ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ സം എന്നാ മീനിങ്. സം ലെമൺ ആർ സിട്രസ് ബീങ്, അല്ലെങ്കിൽ സം ലെമൺ ബീങ് സിട്രസ് ഇസ് എ പോസിബിലിറ്റി. കുറച്ച് ലെമണിന് സിട്രസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? യെസ്, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ലെമണും സിട്രസും തമ്മിൽ യാതൊരു നെഗറ്റീവ് റിലേഷനും ഇല്ല. പോസിബിലിറ്റി വരുമ്പോൾ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ നോക്കണം. ഇവിടെ ലെമണും സിട്രസും തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല. എ ഫ്യൂ ലെമൺ ബീങ് സിട്രസ് ഈസ് എ പോസിബിലിറ്റി. കുറച്ച് സിട്രസിന് അല്ലെങ്കിൽ കുറച്ച് ലെമണിന് സിട്രസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. സോ 2ാമത്തെ കൺക്ലൂഷൻ ട്രൂ ആ. ആദ്യത്തേതോ, സം ആപ്പിൾ ആർ ഓറഞ്ച്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സം ആപ്പിൾ ആർ ഓറഞ്ച്, സം ആപ്പിൾ ആർ ഓറഞ്ച് എന്നുള്ളത് കാണുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ടും കാണുന്നുണ്ട്. സോ ബോത്ത് ദ കൺക്ലൂഷൻ ഫോളോസ്. ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. ഡെഫിനിറ്റ് കൺക്ലൂഷൻ. ഇപ്പൊ ആദ്യത്തേത് സം ആപ്പിൾ ആർ ഓറഞ്ച്, അതെന്താണ്? ശരിക്കും ഒരു ഡെഫിനിറ്റ് കൺക്ലൂഷനാണ്. ആ ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം ഡയഗ്രത്തിൽ കാണണം. ഇവിടെ നോക്കിക്കേ, ആപ്പിൾ ഓറഞ്ച് ആണെന്ന് കാണുന്നുണ്ട്. ആപ്പിളിന്റെ കുറച്ചു ഭാഗം സിട്രസ് ആണ്. എല്ലാ സിട്രസും ഓറഞ്ചാ. അപ്പൊ സിട്രസ് ആയ ആപ്പിൾ എന്താണ്? ഓറഞ്ച് ആണ്. ഓക്കെ, ഇനി എ ഫ്യൂ ലെമൺ ബീങ് സിട്രസ് ഈസ് എ പോസിബിലിറ്റി. ഡെഫിനറ്റ് ആയിട്ട് ഇവര് തമ്മിൽ ക്രോസ് റിലേഷൻ ഒന്നും ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, സം പ്ലൂട്ടോ ആർ സൺ. കുറച്ച് പ്ലൂട്ടോ എന്ന് പറയുന്നത് എന്താണ്? സൺ ആണ്. ആൻഡ് നോ പ്ലൂട്ടോ ഈസ് എർത്ത്. ഒരു പ്ലൂട്ടോയും എന്തല്ല? എർത്ത് അല്ല. ആൻഡ് സം സൺ ആർ നോട്ട് സ്കിൻ. ശ്രദ്ധിക്കണേ, സണ്ണിന്റെ കുറച്ചു ഭാഗം സ്കിൻ അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. സം പ്ലൂട്ടോ ആർ സൺ, നോ പ്ലൂട്ടോ ഈസ് എർത്ത്, ആൻഡ് സം സൺ ആർ നോട്ട് സ്കിൻ. സണ്ണിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സ്കിൻ അല്ല. സണ്ണിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സ്കിൻ അല്ല. കൺക്ലൂഷനിലേക്ക് വരാം. നോ സൺ ഈസ് എർത്ത് ഈസ് എ പോസിബിലിറ്റി.
ഒരു സണ്ണും എർത്ത് ആകാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാ ചോദിച്ചേക്കുന്നത്. അല്ല, പോസിബിലിറ്റി അല്ല, സോറി, നോ സൺ ഈസ് എർത്ത് എന്നാണ്, പോസിബിലിറ്റി അല്ല. നോ സൺ ഈസ് എർത്ത്, ഒരു സണ്ണും എർത്ത് അല്ല. ഇവിടെ ഒരു പ്ലൂട്ടോയും എർത്ത് അല്ല എന്ന് കാണുന്നുണ്ട്. കുറച്ച് പ്ലൂട്ടോ സണ്ണാണെന്ന് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് സണ്ണിന്റെ കുറച്ച് ഭാഗം എർത്തല്ല, അതായത് പ്ലൂട്ടോ ആയ സണ്ണ് എന്തല്ല, എർത്തല്ല. അല്ലാതെ ഒരു സണ്ണും എർത്തല്ല എന്നിവിടെ കാണുന്നുണ്ടോ? ഇല്ല, തെറ്റ്. അതായത് ഇവര് സം റിലേഷൻ പറഞ്ഞാലും നോ റിലേഷൻ പറഞ്ഞാലും ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണണം. ഇവിടെ ഒരു സണ്ണും എർത്തല്ല എന്ന് കാണുന്നില്ല, സോ തെറ്റ്. സം സ്കിൻ ഈസ് നോട്ട് പ്ലൂട്ടോ, കുറച്ച് സ്കിൻ എന്ന് പറയുന്നത് പ്ലൂട്ടോ അല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ 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 ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ സണ്ണിന്റെ കുറച്ചു ഭാഗം സ്കിൻ അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ സ്കിന്നിന്റെ കുറച്ചു ഭാഗം പ്ലൂട്ടോ അല്ലെന്ന് എവിടെ കണ്ടു? നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. അതായത് പ്ലൂട്ടോയുടെ കുറച്ചു ഭാഗം സണ്ണാണല്ലോ, ആ സണ്ണിന്റെ കുറച്ചു ഭാഗം സ്കിൻ അല്ലല്ലോ. സണ്ണിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് സ്കിൻ അല്ലാത്തത്, അല്ലാതെ സ്കിന്നിന്റെ കുറച്ചു ഭാഗം പ്ലൂട്ടോ അല്ല എന്നിവിടെ കാണുന്നില്ല. സോ ഹിയർ ദി ആൻസർ ഈസ് നൺ ഓഫ് ദി കൺക്ലൂഷൻ ഫോളോസ്, നെയ്തർ വൺ നോർ ടു ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ സിലോജിസം പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും വേണ്ടതുമാണ്. ഇതേപോലെ തന്നെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലോജിസം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓരോ ടൈപ്പും, ഇപ്പൊ ആദ്യത്തെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒള്ളി അല്ല, മീൻസ് ഒള്ളിക്ക് മുന്നേ സം എ ആർ ബി, നോ എ ആർ ബി, സം എ ആർ നോട്ട് ബി ആൻഡ് അടുത്തത് ഏതായിരുന്നു? അതായത് ഓളും, അതായത് സം എ ആർ ബി, സം എ ആർ നോട്ട് ബി, ഓൾ എ ആർ ബി ആൻഡ് നോ എ ആർ ബി. ഈ 4 സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. അത് നല്ല ബേസ് ആയിട്ട്, അതായത് നമ്മുടെ ഡെഫിനിറ്റ് കൺക്ലൂഷനും പോസിബിൾ കൺക്ലൂഷൻസും മനസ്സിലാക്കിയതിന് ശേഷം ഒള്ളി എഫ് യുവും ഒള്ളിയും പഠിക്കാം. ഞാനിത് ഓരോന്നും ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ബേസ് നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലെ ഏത് ടോപ്പിക്സിന്റെ ആണ് നിങ്ങൾക്ക് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വേണ്ടത് എന്ന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വരുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങൾക്ക് ബേസ് മുതലേ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും പുതിയ ബാച്ചാണ് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0. ബേസ് മുതൽ പഠിപ്പിക്കുമോ? യെസ്, ബേസ് ടു അഡ്വാൻസ്, പ്രിലിംസും മെയിൻസും എല്ലാം നമ്മൾ കവർ ചെയ്യും. അത് കൂടാതെ നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിനും ഒക്കെ ഉള്ള സപ്പോർട്ട് നമ്മൾ ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് ഓൺലൈൻ ബാച്ച് ആണ്. നമുക്ക് ഓഫ്ലൈൻ ക്യാമ്പസ് വരുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മളുടെ ഓഫ്ലൈൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ജോയിൻ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഈ വരുന്ന 27-ാം തീയതി എക്സാംസ് ഉള്ളവർക്ക് വൺസ് മോർ ഓൾ ദി ബെസ്റ്റ്.